ലെബനനിലും ഗാസയിലും കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. ലെബനനിൽ മാത്രം ഇതുവരെ കൊല്ലപ്പെട്ടത് 2000-ത്തിലധികം പേരെന്നാണ് കണക്കുകൾ. ബെയ്റൂത്തിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം പുതിയ ഉത്തരവിറക്കി. വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ കമാൻഡർ സഹി അൽ ഔഫി കൊല്ലപ്പെട്ടെന്ന് ഹമാസ് സ്ഥിരീകരിച്ചു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും തുടരുകയാണ്. ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ. ശ്യാമ, ഈ ലെബനനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയാണ്. ഏതായാലും മരണക്കണക്കുകൾ ഉയരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? തുളസി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെബനനിൽ മാത്രം മരണസംഖ്യ 2000 കടന്നിരിക്കുന്നു. അതിൽ 127 കുട്ടികളും 261 സ്ത്രീകളും ഉൾപ്പെടെയാണ് ഈ 2000-ന് മുകളിൽ മരണസംഖ്യ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാസയിൽ മരണസംഖ്യ 41,800 കടന്നിരിക്കുന്നു. അതായത് 42,000-ഓളം കടക്കുന്നു. ശക്തമായ ഒരു ആക്രമണമാണ് ലെബനിലും ഗാസയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലെബനനിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേലിന് ഒരു തിരിച്ചടിയും ലഭിക്കുന്നുണ്ട്. അതായത് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെക്കൻ ലെബനിലെ ഒഡൈസയിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായി വാർത്തകൾ വരുന്നുണ്ട്. അതായത് കരയുദ്ധത്തിൽ ഇസ്രായേലിന് മുന്നേറുന്നതിന് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ വ്യോമാക്രമണങ്ങൾ തടുക്കാനുള്ള സംവിധാനങ്ങൾ ഹിസ്ബുള്ളയുടെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. തെക്കൻ ബെയ്റൂത്തിൽ ഇന്നലെ കൂടുതൽ പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കാൻ ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. രാത്രിയും കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. 4 ദിവസത്തിനിടെ ഹിസ്ബുള്ളയുടെ 250 സൈനിക നേതാക്കളെ വധിച്ചു എന്ന് ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. അതായത് ഹിസ്ബുള്ളയ്ക്ക് ഒരു കനത്ത നാശനഷ്ടം നടത്തുക എന്നുള്ള ഇസ്രായേൽ ലക്ഷ്യം അവർ പൂർത്തീകരിക്കുന്നു എന്നാണ് പറയുന്നത്. 2000-ത്തിലധികം സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി പറയുന്നുണ്ട്. ഈ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ അവർ ഈ ഹിസ്ബുള്ളയുടെ ബങ്കറുകൾ നശിപ്പിക്കുന്നതിൻ്റെയും ബങ്കറുകൾ കണ്ടെത്തുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ നൽകുന്നുണ്ട്. ശക്തമായ ഒരു ആയുധശേഖരം ഹിസ്ബുള്ളയുടെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന വീഡിയോകളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഹഷിം സഫീദിനെ ലക്ഷ്യമിട്ട് ഒരു വ്യോമാക്രമണം നടന്നിരുന്നു. ഹഷിം സഫീദിൻ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഹസൻ നസ്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പോലെ ശക്തമായ ബങ്കറുകളടക്കം തകർക്കാൻ സാധ്യതയുള്ള ബോംബുകൾ ഉപയോഗിച്ചൊരു ആക്രമണമാണ് നടന്നത്. ഇതിൽ ഹഫീം സഫീദിൻ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഹിസ്ബുള്ളയുടെ എല്ലാ സൈനിക നേതാക്കളെയും, അതായത് ഹസൻ നസ്രുള്ളയ്ക്ക് കീഴിലുള്ള എല്ലാ സൈനിക നേതാക്കളെയും ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ കരയുദ്ധത്തിൽ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഹൂതികളുടെയും മറ്റ് സായുധ സംഘങ്ങളുടെയും ഒക്കെ ഒരു ആക്രമണം ഇസ്രായേലിലേക്കും നടക്കുന്നുണ്ട്. ഇന്നലെ ഇറാഖിൽ നിന്നുണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് 24 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ചൊരു ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇതേപോലെ തന്നെ യമനിൽ നിന്ന് ഹൂതികളുടെയും ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ US ആക്രമിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് 15ഓളം ഹൂതിയിടത്ത് US-ന്റെ ഒരു വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ലെബനിലെത്തിയിരുന്നു. ഈ വിദേശകാര്യമന്ത്രി ലെബനിലെത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിമാനത്താവളത്തിനടുത്തൊരു ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ആക്രമണം നടത്തിയാൽ ഇനി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയോ ആക്രമണം തുടരുകയോ ചെയ്യുകയാണെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് മുമ്പത്തതിനേക്കാൾ അതിശക്തമായ തിരിച്ചടിയാണ് നൽകുക എന്നൊരു മുന്നറിയിപ്പ് അബ്ബാസ് അർഗിഷി ഇന്നലെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഒരു യുക്തിപരവും നിയമപരമാണെന്ന് ഇന്നലെ ആയത്തുള്ള ഖമൈനി പറഞ്ഞു. അതായത് 5 വർഷത്തിനു ശേഷമാണ് ആയത്തുള്ള ഖമൈനി ഒരു പ്രാർത്ഥനയിൽ തുടരുകയാണ്. ഇസ്രായേൽ സൈനികരുൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്യാമ സദാനന്ദനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.